ഇനി നമുക്ക് കൊച്ചിയിൽ ചെല്ലാനത്തേക്കൊന്ന് പോകാം. ചെല്ലാനത്തേക്ക് ചില വിശേഷങ്ങളുണ്ട്. അവിടെ കടൽക്ഷോഭത്തോടൊപ്പം തന്നെ നാട്ടുകാരുടെ ക്ഷോഭവും രൂക്ഷമാവുന്നു. എന്തായാലും നടപടിയില്ല എന്നാരോപിച്ച് പ്രാദേശിക നേതൃത്വം ഹർത്താലും തീരദേശപാത ഉപരോധവും നടത്തുകയാണ്. സർക്കാർ അനാസ്ഥ തുടരുന്നു എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളും വാർത്തയുമായി പി മുഹമ്മദ് ജസീം നമുക്കൊപ്പം ചേരുന്നു. മുഹമ്മദ് ജസീം, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ജസീം നിൽക്കുന്നത് ഈ ചെല്ലാനത്താണ്. അവിടെ നാട്ടുകാർ ഒരുപാട് പേര് തടിച്ചുകൂടിയിരിക്കുന്നു. അവർ പാത പൂർണ്ണമായിട്ടും തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അതുവഴി ഗതാഗതം സാധ്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് ജനകീയ വേദിയുടെ പ്രധാനപ്പെട്ട ആവശ്യം? ആ സമരം ചെയ്യുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് തേടാവുന്നതാണ്. മുഹമ്മദ് ജസീം. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഇപ്പോൾ ഉള്ളത് ചെല്ലാനത്താണ്. നമ്മൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോഴും ഈ ചെല്ലാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, ഈ കടലേറ്റം വളരെ വലിയ തോതിൽ രൂക്ഷമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന സമയത്ത്. ഈ ഒരു പ്രദേശത്ത് നേരത്തെ വലിയ തോതിൽ സമരരംഗത്ത് ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് മികച്ച രീതിയിൽ കടൽഭിത്തി വേണം, വീടുകളിലേക്ക് വെള്ളം കയറുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങൾ മാത്രമായി മാറുകയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ തന്നെ അത് പരിഹരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ ഉള്ള ഈ ഒരു പ്രശ്നം ഇപ്പം എന്താണ്, വീണ്ടും ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് സർക്കാരിനോട്? അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മളിവിടെ തുടർ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കടൽക്കയറ്റം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ തെക്കുവശത്ത് ടെട്രാപ്പോഡ് കടൽഭിത്തി വന്നതും. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉപരോധ സമരം റോഡിലേക്ക് ഇറങ്ങാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ആവശ്യപ്പെട്ടിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജനങ്ങളോട് ഒരു പരിഗണനാപൂർണമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഈ പ്രശ്നം അറിയുന്നതായിട്ട് അവർ ഭാവിക്കുന്നില്ല. അവർക്ക് അറിയാത്തതല്ല. ഓരോ ആളുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് 3-4 ദിവസം മുമ്പ് ഉണ്ടായിട്ടുള്ള കടൽ കയറ്റത്തിലാണ് പുത്തൻതോട് ഒരു വീട് തകർന്നു പോയത്. ആ ആളുകൾ ഇവിടെ ഇരിക്കേണ്ടത് വീട് തകർന്നു പോയിട്ട് അവർക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റാതെ അവർ പോവുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ ഇത് തുടർ പ്രക്രിയയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകൾ തകരുന്നു, കടൽ കയറുന്നു, ഇതെല്ലാം. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അവർ ടെട്രാപ്പോഡിന്റെ പദ്ധതി ഒരു വൻ പദ്ധതിയായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ചെല്ലാനം തീരം സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രതീതിയാണ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. ഇവിടുത്തെ ആളുകൾ അതിലേറെ ജനങ്ങൾ പുത്തൻതോട് മുതൽ ബീച്ച് റോഡ് വരെയുള്ള തീരത്തെ ജനങ്ങൾ കടുത്ത കടൽക്കയറ്റ ദുരന്തത്തിലാണ് ജീവിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താനും ആ ആളുകളുടെ സംരക്ഷണം നിവർത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ മുഹമ്മദ് ജസീം, നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാവുന്നതാണ് വരുന്ന മണിക്കൂറുകളിൽ. എന്തായാലും തീരദേശപാത ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിക്കുകയാണ് ഇപ്പോൾ ജനകീയ വേദിയുടെ നേതൃത്വത്തിലുള്ള പ്രദേശവാസികൾ. ചെല്ലാനത്ത് കടൽ ആക്രമണം രൂക്ഷമാണ്. കടലാക്രമണം അവരുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നു, അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനമായിട്ടുമുള്ള അവരുടെ പരാതി. അതിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമുണ്ട് വേണം. ടെട്രാപ്പോഡുകൾ നിർമ്മിക്കുക, മറ്റ് ജിയോ ബാഗുകൾ ഒന്നും പോരാ, അവിടെ കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനം വേണം എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ആലപ്പുഴ തീരദേശപാത ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു. പി മുഹമ്മദ് ജസീമാണ് സ്ഥലത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.